ഇന്ത്യയ്ക്കു നേരെ ആണവായുധങ്ങൾ പ്രയോഗിക്കും എന്ന പരസ്യ ഭീഷണിയുമായി പാകിസ്ഥാൻ രംഗത്ത്. മന്ത്രി ഹനീഫ് അബ്ബാസിയാണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. ആണവായുധങ്ങൾ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിരിക്കുകയാണെന്നും ഹനീഫ് അബ്ബാസി പറഞ്ഞു. പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിലെ ഗോരി, ഷഹീൻ, ഗസ്നവി മിസൈലുകൾ ഉൾപ്പെടെ 139 ആണവ പോർമുനകൾ ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചിരിക്കുകയാണ്. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ച പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം തടസ്സപ്പെടുത്താൻ ഇന്ത്യ തയ്യാറാകുകയാണെങ്കിൽ അവർ യുദ്ധത്തിനും തയ്യാറാകണം. പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതല്ല. ഞങ്ങളുടെ ആണവായുധങ്ങൾ രാജ്യത്ത് എവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ആർക്കും അറിയില്ല. അവയെല്ലാം ഇന്ത്യയെ ലക്ഷ്യമിടുന്നുവെന്ന് താൻ വീണ്ടും പറയുകയാണെന്നാണ് ഹനീഫ് അബ്ബാസി ഭീഷണി മുഴക്കിയത്. പാകിസ്ഥാനിലേക്ക് ജലവിതരണം, വ്യാപാര ബന്ധം എന്നിവ നിർത്താനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെയും ഹനീഫ് അബ്ബാസി പരിഹസിച്ചു. ആ തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങൾ ന്യൂഡൽഹി അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഹനീഫ് അബ്ബാസി പറയുന്നത്. പാകിസ്ഥാന്റെ വ്യോമപാതകൾ അടച്ചുള്ള തീരുമാനം 10 ദിവസം കൂടി തുടരുകയാണെങ്കിൽ ഇന്ത്യയിലെ വിമാന കമ്പനികൾ പാപ്പരാകുമെന്നും അബ്ബാസി പറഞ്ഞു. പാകിസ്ഥാൻ 3 പതിറ്റാണ്ടായി തീവ്രവാദികളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അടുത്തിടെ നടത്തിയ ഒരു അഭിമുഖത്തിൽ അബ്ബാസി പറഞ്ഞിരുന്നു. അതേസമയം ജമ്മു കാശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയ സുരക്ഷാസേന പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് കരുതുന്ന ഒരു ഭീകരന്റെ വീട് കൂടി തകർത്തു. ഭീകരൻ ഫാറൂഖ് അഹമ്മദ് തഡ്വയുടെ പാക് അധീന കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കലറൂസ് പ്രദേശത്തുള്ള വീടാണ് തകർത്തത്. ഇതോടെ സുരക്ഷാസേന തകർത്ത ഭീകരരുടെ വീടുകളുടെ എണ്ണം 8ആയി. പഹൽഗാം ഭീകരാക്രമണത്തിലെ 2 ഭീകരരുടെ വീടുകൾ കഴിഞ്ഞ വ്യാഴാഴ്ചയും 5 പേരുടെ വീടുകൾ വെള്ളിയാഴ്ചയും തകർത്തിരുന്നു. ഇന്നലെ നടത്തിയ സ്ഫോടനത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ഇന്ത്യ തന്റെ അയൽക്കാരെ ഒരിക്കലും അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്നും, എന്നാൽ തിന്മ ഉയർന്നു വരികയാണെങ്കിൽ പ്രതിരോധിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലെന്നും RSS മേധാവി മോഹൻ ഭഗവത് പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് RSS നേതാവിന്റെ പ്രതികരണം. നമ്മൾ ഒരിക്കലും അയൽക്കാരെ ഉപദ്രവിക്കുകയോ അപമാനിക്കുകയോ ചെയ്യില്ല. പക്ഷേ ഒരാൾ തിന്മയായി മാറിയാൽ മറ്റെന്തു ചെയ്യാനാകും? ജനങ്ങളെ സംരക്ഷിക്കുകയാണ് രാജാവിന്റെ കടമ. അദ്ദേഹം തന്റെ കടമ നിർവഹിക്കുക തന്നെ വേണം. ഗുണ്ടകളെ പാഠം പഠിപ്പിക്കുന്നതും കടമയുടെ ഭാഗമാണ്. അഹിംസ ഹൈന്ദവ വിശ്വാസത്തിന്റെ കാതലായ തത്വമാണ്. എന്നാൽ ആക്രമികളെ നേരിടാനും ഹിന്ദുത്വം പഠിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് സനാതന ധർമ്മത്തിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. സത്യം, ശുചിത്വം, കരുണ, തപസ്യ എന്നിങ്ങനെ 4 തൂണുകളിലായിട്ടാണ് മതം നിലകൊള്ളേണ്ടത്. ഇതിനപ്പുറമുള്ളതെല്ലാം അധർമ്മമാണ്. ഇന്ന് മതം ആചാരങ്ങളിലും ആഹാര രീതികളിലും മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്നും മോഹൻ ഭഗവത് പറഞ്ഞു. ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതം ചോദിച്ചാണ് ഭീകരർ ആക്രമണം നടത്തിയത്. ഹിന്ദുക്കൾ ഒരിക്കലും അത്തരമൊരു കാര്യം ചെയ്യില്ല. അത് നമ്മുടെ രീതിയല്ല. വെറുപ്പും ശത്രുതയും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല. എന്നാൽ അതിനർത്ഥം നിശബ്ദമായി ആക്രമണം സഹിക്കുക എന്നല്ല എന്നും മറ്റൊരു പരിപാടിയിൽ മോഹൻ ഭഗവത് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഏറെ കലുഷിതമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പോര് കനക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.